32,900. എത്രയാണ് ഗെയിൻ പൈസ? 5,000. കാശ് എടുത്തത് മുതലായി. അത്ര. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ ഏറ്റവും തെളിവാണ് കേട്ടാ. അപ്പോൾ ശാന്തമായി സമാധാനമായി മുന്നോട്ട് പോവുക. ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു അത്ഭുതമായിട്ട് നമ്മൾ പ്രതീക്ഷ കൈവിടരുത് എന്നാണ് ദൈവം പറയണത്. നമുക്ക് എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു പ്രതീക്ഷ വരും. ദൈവം ഒരു പ്രതീക്ഷ തരുന്നുള്ളതിൻ്റെ തെളിവാണ്. ഓക്കെ, സന്തോഷമായില്ലേ? എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പ്രതീക്ഷിക്കല്ല, എനിക്ക് അറിയായിരുന്നു എന്തൊട്ടെങ്കിലും ഒരു ഇത് കിട്ടുമെന്ന് അറിയായിരുന്നു. കുറേ സമ്മാനങ്ങളുണ്ടല്ലോ അന്ന്. ഇത്രയ്ക്കധികം നമ്മൾ ഓരോന്ന് ഇങ്ങനെ 40 രൂപ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, അടിക്കില്ലായിരിക്കുന്നു. പക്ഷെ ഞാൻ അന്ന് കടയിൽ തൃശ്ശൂർ കടയിൽ ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 2,000 അടിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എത്രയും കാലം എടുത്തിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത് ഉണ്ടാവും നമുക്ക് ഭാഗ്യം. അപ്പോൾ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക. എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ അതിജീവിച്ച് എന്താ പറയുക, നമ്മൾ കൂരിരുട്ട്, രാത്രിക്ക് കൂനി ഇരുട്ട്, ആ ഇരുട്ടിന് ശേഷം സൂര്യൻ ഉദിക്കുന്നുണ്ട്. കാരണം എത്രമാത്രം ഇരുട്ടാണെങ്കിലും അവസാനം സൂര്യൻ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൽ ഇങ്ങനെ ഒരു 5,000 ഉറുപ്പികയാണ് അടിച്ചുള്ളെങ്കിലും അത് ദൈവം നിനക്ക് തരുന്നൊരു സന്ദേശം വ്യക്തമാണ്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് നമുക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഉറപ്പായിട്ട്. അതിൻ്റെ ഒരു സന്ദേശം, അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ തന്നെ അടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല, ദൈവം നമ്മുടെ ഒപ്പമുണ്ട്, നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട്. ഞാൻ ലോട്ടറി എടുക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞത് 25 കോടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു സമ്മാനം തരും. അവൻ എവിടെയാണ് വീട് പറഞ്ഞത്, ചെറിയ ചെക്കനാണ് തട്ടേക്ക്. അവൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞ 25 കോടി അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ വക പ്രൈസ് ഉണ്ട് കേട്ടടാന്ന് പറഞ്ഞു. പക്ഷെ 25 കോടി അടിച്ചില്ല, 5,000 അടിച്ചു. ഓക്കെ, 5,000. പക്ഷേ ഇതിലല്ല, നമ്മൾ ഈ ലക്ഷക്കണക്കിന് ആൾ ലോട്ടറി എടുത്തിട്ട് ഒന്നും കിട്ടാത്ത ആളുകളുണ്ട്. ചിലർക്ക് 100 രൂപ അങ്ങനെ കിട്ടുന്നു. പക്ഷെ എന്നാലും നമ്മളെ ഒരു 5,000 കിട്ടിയില്ല. കിട്ടി. നമ്മൾ എന്നിട്ട് പറയാ, ഒരു 2 എടുത്തതിന് നമുക്കൊരു 5,000 കിട്ടി. അത്ര നമുക്കതിനെ ആശ്വസിക്കാം. നമ്മളുടെ ഒരു ടിക്കറ്റ്, 1 കോടിയുടെ ടിക്കറ്റ് 106 വർഷം അക്കത്തിൽ വ്യത്യാസമുള്ള ആൾക്ക് കിട്ടിയുള്ളൂ. നമ്മളെടുത്തതിന് ശേഷം ഒരു 106ാമത്തെ ആൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് 1 കോടി. ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂരിന് 2 അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മളെടുത്ത ടിക്കറ്റിനോട്ട് 106ാമത്തെ നമ്പർ എടുത്ത നമ്മൾ 85 50 ഇത് അവസാനത്തെ 106 നമ്പറിൻ്റെ വ്യത്യാസം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ദൈവത്തിൻ്റെ സമ്മാനമാണ് ലോട്ടറി. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കാലഘട്ടത്തിലും എപ്പോഴും ഓർമ്മയുണ്ടാവുക, എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും ഒരു സമയത്ത് നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് നമുക്ക് ഒരു പ്രതീക്ഷയുള്ള കാര്യങ്ങളുണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇപ്പം ഞാൻ പറഞ്ഞു